നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ്. കയ്പമംഗലത്ത് കോൺഗ്രസും എടത്തിരുത്തിയിൽ LDFും സീറ്റ് നിലനിർത്തി. +2 VHSE പരീക്ഷാഫലം. ചന്ദ്രാപ്പിനി തളിക്കുളം ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് വൻ നേട്ടം. കൊടുങ്ങല്ലൂരിൽ വീട്ടമ്മമാരെ കബളിപ്പിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ. വിശദമായ വാർത്തകളിലേക്ക്. കയ്പമംഗലം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തുകളിലെ 4, 12 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും LDFിനും നിറം മങ്ങിയ വിജയം. കയ്പമംഗലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി KK ഉമ 88 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും എടത്തിരുത്തിയിൽ CPM സ്ഥാനാർത്ഥി TK ചന്ദ്രബാബു 58 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലും തിരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 100 വോട്ടുകളുടെ കുറവ് ഭൂരിപക്ഷത്തിലാണ് ഇക്കുറി രണ്ടിടത്തും കോൺഗ്രസും LDFും സീറ്റ് നിലനിർത്തിയത്. തിരഞ്ഞെടുപ്പ് നടന്ന ഇരു പഞ്ചായത്തുകളിലെയും ഓരോ സ്ഥാനാർത്ഥികളും നേടിയ വോട്ടുകൾ ഇങ്ങനെ: കയ്പമംഗലം 4-ാം വാർഡ് KK ഉമ കോൺഗ്രസ് 325 വോട്ട്, സുധാ കുൽദീപ് കുമാർ LDF സ്ഥാനാർത്ഥി 237 വോട്ട്, ഹസീന ജമാലുദ്ദീൻ ലീഗ് സ്വതന്ത്ര 200 വോട്ട്, സാജിദ അബ്ദുൽ റസാഖ് വെൽഫെയർ പാർട്ടി 74 വോട്ട്. ആകെ പോൾ ചെയ്തത് 839 വോട്ട്. അസാധു 1. പോൾ ചെയ്തതിൽ 2 ബാലറ്റുകൾ കണ്ടെത്താനായില്ല. ഉമയുടെ ഭൂരിപക്ഷം 88 വോട്ട്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് 12-ാം വാർഡ് TK ചന്ദ്രബാബു CPM 295 വോട്ട്, ജ്യോതിബാസ് തേവ്രഘാട്ടിൽ BJP 237 വോട്ട്, ബാലൻ മുത്താമ്പറമ്പിൽ കോൺഗ്രസ് 168, ബാലൻ കുന്നുപറമ്പിൽ സ്വതന്ത്രൻ 161 വോട്ട്. ആകെ പോൾ ചെയ്തത് 869 വോട്ട്. അസാധു 8. ചന്ദ്രബാബുവിന്റെ ഭൂരിപക്ഷം 58 വോട്ട്. കയ്പമംഗലത്ത് കോൺഗ്രസുമായി പിണങ്ങി നിൽക്കുന്ന മുസ്ലിം ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച് 200 വോട്ടുകൾ നേടിയത് ശ്രദ്ധേയമായി. കോൺഗ്രസിന് കഴിഞ്ഞ തവണ ലഭിച്ച 426 വോട്ട് എന്നത് ഇക്കുറി 325 കുറയുവാനും ഇത് കാരണമായി. എടത്തിരുത്തിയിൽ 237 വോട്ടുകൾ നേടി 2-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത് BJPക്കും നേട്ടമായി. LDF സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായി മത്സരിച്ച CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി കുന്നുപറമ്പിൽ ബാലൻ 161 വോട്ടുകൾ നേടിയതും ശ്രദ്ധേയമായി. CPMന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച 399 വോട്ടുകൾ ഇക്കുറി 104 വോട്ടുകൾ കുറഞ്ഞ് 295 ചുരുങ്ങിയത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. ബുധനാഴ്ച രാവിലെ 8 മുതൽ ചന്ദ്രാപ്പിനി SRVUP സ്കൂളിലും കയ്പമംഗലം പ്രിയദർശിനി ഹാളിലുമായി നടന്ന വോട്ടെണ്ണൽ 10 മണിയോടെ പൂർത്തിയായി. എടത്തിരുത്തിയിൽ മുന്നംഗം KA മനോഹരന്റെ നിര്യാണത്തെ തുടർന്നും കയ്പമംഗലത്തെ മുന്നംഗം സജിത ഷമീറിനെ അയോഗ്യയാക്കിയതിനെ തുടർന്നുമായിരുന്നു ഉപതെരഞ്ഞെടുപ്പ്. എടത്തിരുത്തിയിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോഫിയയും കയ്പമംഗലത്ത് ഡെപ്യൂട്ടി തഹസിൽദാർ AL ആന്റണിയുമായിരുന്നു വരണാധികാരികൾ. ഉപതെരഞ്ഞെടുപ്പിൽ എടത്തിരുത്തിയിൽ BJPക്ക് മിന്നുന്ന പ്രകടനം. CPM റിബലിന്റെ വോട്ട് CPIM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. എടത്തിരുത്തി പഞ്ചായത്തിലെ 4-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ ജ്യോതിബാസ് തേവ്രഘാട്ടിൽ 237 വോട്ട് നേടി 2-ാം സ്ഥാനത്തെത്തി. തൊട്ടടുത്ത കോൺഗ്രസ് സ്ഥാനാർത്ഥി മുത്താമ്പറമ്പിൽ ബാലനെയാണ് ജ്യോതിബാസ് പുറകിലാക്കിയത്. CPMന്റെ ഉറച്ച കോട്ടയായ ഈ വാർഡിൽ തുടക്കം മുതലേ CPMന്റെ റിബൽ സ്ഥാനാർത്ഥി കുന്നുപറമ്പിൽ ബാലന്റെ പ്രചരണം നേതൃത്വത്തിന് തലവേദനയായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി ഈ പ്രദേശത്ത് പ്രവർത്തനം നടത്തിയിരുന്ന ബാലൻ പിടിക്കുന്ന വോട്ടുകൾ CPM വരും ദിവസങ്ങളിൽ നിർണായകമായ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും. CPMന്റെ 3 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ 3 ആഴ്ചകളോളമായി പ്രദേശത്ത് ക്യാമ്പ് ചെയ്തായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ. അതിനാലാണ് CPMന്റെ ഉറച്ച കോട്ടയിൽ നിന്ന് തലനാതിരയ്ക്ക് രക്ഷപ്പെട്ടത്. കയ്പമംഗലം പഞ്ചായത്തിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഭരണം ഏറ്റെടുത്തതിനു ശേഷം UDF സംവിധാനം തകർന്നിരിക്കുകയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയായിരുന്നു ലീഗും കോൺഗ്രസും തമ്മിൽ അകന്നത്. ഇതിനെ തുടർന്ന് കോൺഗ്രസും ലീഗും വെവ്വേറെ സ്ഥാനാർത്ഥികളെ നിർത്തിയായിരുന്നു തെരഞ്ഞെടുപ്പ് നേരിട്ടത്. UDFന്റെ ഉറച്ച കോട്ടയിൽ നിന്ന് മുസ്ലിം ലീഗ് അകന്നപ്പോൾ ഗ്രൂപ്പ് വൈര്യം മറന്ന Aയും Iയും തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് രംഗത്തിറങ്ങി. ഇതിനാലാണ് കോൺഗ്രസിന് സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത്. ആക്സിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുന്നയ്ക്ക ബസാറിൽ മതിലകം SI D മിഥുൻ പതാക ഉയർത്തി. രാവിലെ 9 മണിക്ക് 3 പീടിക സെന്ററിൽ സൗജന്യ രക്തപരിശോധന ക്യാമ്പും നടത്തി. 350ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് PM റഫീഖ് ഉദ്ഘാടനം ചെയ്തു. CH കബീർ അധ്യക്ഷനായിരുന്നു. ഹെൽമറ്റ് ധരിച്ച് യാത്ര ചെയ്തവർക്ക് മധുര പലഹാരങ്ങളും ലഘുലേഖ വിതരണവും നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇന്ദിരാ ആവാസ് യോജന ഗുണഭോക്താക്കൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ധനസഹായം വിതരണം ചെയ്തു. CK അബ്ദുൽ മജീദ് അധ്യക്ഷനായിരുന്നു. വാർഡംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റു ഗുണഭോക്താക്കൾ തുടങ്ങിയവരും പങ്കെടുത്തു.
+2 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ തളിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 97%, ചന്ദ്രാപ്പിനി CHSSന് 98.3% വിജയം. ചന്ദ്രാപ്പിനിയിൽ പരീക്ഷ എഴുതിയ 235 കുട്ടികളിൽ 231 വിദ്യാർത്ഥികളും വിജയിച്ചു. കൊമേഴ്സ് വിഭാഗത്തിൽ 100% വിജയമാണ് ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിനുള്ളത്. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പരീക്ഷ എഴുതിയ 226 വിദ്യാർത്ഥികളിൽ 220 പേർ വിജയിച്ചു. അനു KPയും ഐശ്വര്യ TPയും മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. ചാവക്കാല HSSൽ 131 പേർ പരീക്ഷ എഴുതിയപ്പോൾ 84 പേർ വിജയിച്ചു. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിൽ VHSCക്ക് 81% വിജയം. 52 പേരിൽ 42 പേരും വിജയിച്ചു. HSSൽ 115ൽ 81 പേരാണ് വിജയിച്ചത്. പെരിഞ്ഞനം RM ഹൈസ്കൂളിൽ VHSCക്ക് 94% വിജയം. 138 കുട്ടികളിൽ 130 പേരും വിജയിച്ചു. കഴിമ്പ്രം VPM HSSൽ 90% വിജയമുണ്ടായി. 334 കുട്ടികളിൽ 296 പേർ വിജയിച്ചു. 6 വിദ്യാർത്ഥികൾ മുഴുവൻ A+ നേടി. നാട്ടിക SN ട്രസ്റ്റിൽ 86% വിജയം. 212 കുട്ടികളിൽ 182 പേരും വിജയിച്ചു. വലപ്പാട് VHSൽ 89.6% HSSൽ വിജയം. 116 കുട്ടികളിൽ 104 പേരും വിജയിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസിൽ 80% വിജയമുണ്ടായി. 278 കുട്ടികളിൽ 222 പേരും വിജയിച്ചു. മുഴുവൻ വിഷയങ്ങളിലും A+ നിവേദ്യ AU നേടി. +2 വിഭാഗം ബയോളജി സയൻസിൽ എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം ശരിയാക്കി 600ൽ 600 മാർക്കും നേടിയ നിവേദ്യ തീരദേശത്തിന്റെ അഭിമാനമായി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചാണ് നിവേദ്യ ഈ അഭിമാനകരമായ നേട്ടം കരസ്ഥമാക്കിയത്. നാട്ടിക പഞ്ചായത്ത് ഓഫീസിലെ സീനിയർ അക്കൗണ്ടന്റ് ഉന്മേഷിന്റെയും തൃപ്പയാർ SNDP LP സ്കൂളിലെ അധ്യാപികയായ ചിത്രയുടെയും മകളാണ് നിവേദ്യ. ഉന്നത വിജയം നേടുന്നതിനായി മകളെ പട്ടണത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെ നിങ്ങൾ നിവേദ്യയെ മാതൃകയാക്കണം. ഇടവേള.